നമസ്കാരം, നമ്മുടെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കോഫ്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് പോരെ. നമ്മൾ ഇന്ന് ബീഫിന്റെ മീറ്റ് ബോൾസ് വെച്ചിട്ട് നമ്മൾ കോഫ്ത ഉണ്ടാക്കാം. അപ്പം അമേരിക്കയുടെ ക്വാളിറ്റിയുടെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ബ്രാൻഡ് അമേരിക്കൻ ആണെങ്കിലും സൗദി മെയ്ഡാണ്. കോഫ്തയുടെ ബോൾസ് ഒക്കെ ഫ്രൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു ഗ്രേവി ഉണ്ടാക്കും. ആ ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലോണം ചോപ്പ് ചെയ്ത്, പിന്നെ ടൊമാറ്റോയുടെ പ്യൂരി, പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ല. ഇങ്ങനെ ഇരിക്കും. നമുക്കിത് ആക്ച്വലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകണം. എണ്ണ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം എണ്ണ വേണം. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതിന് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം, ഗീ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചതച്ച ഉള്ളി, അതായത് പേസ്റ്റും അല്ല എന്നാൽ ചോപ്പും അല്ലാത്ത രീതി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് നമുക്ക് പേസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ എല്ലാം ചതച്ചിടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. ഇനി നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഫ്രഷ് ടൊമാറ്റോ പേസ്റ്റും ഉണ്ട്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന കവറിൻ്റെ ഇടുന്നുണ്ട് നമ്മളെ. പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ ബോൾസ് ഒക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലോട്ട് നമുക്ക് പോവാം. പിന്നെ നമ്മുടെ ഈ സാധനം ഇവിടെ നിന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂണോളം. അതല്ല നമ്മുടെ ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്. ടൊമാറ്റോ കളർ, ഇതിലൊരു കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആകെപ്പാടെ എന്ന് പറയുന്നത് ടൊമാറ്റോ പേസ്റ്റ് വാട്ടർ കണ്ടെയ്ൻസ് 2% ഓർ ലെസ് ഓഫ് സോൾട്ട്. അപ്പോൾ ഷാലോ ഫ്രൈക്ക് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകണേ. ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമ്മൾ പച്ചമുളക് കൂടെ ആഡ് ചെയ്യണേ. പച്ചമുളക് അധികം ഇടുന്നില്ല, അധികം ആഡ് ചേർത്ത് ചെയ്യാം കേട്ടോ. ഫ്രോസൺ മീറ്റ് ബോൾസ് ഞാൻ ഇടുവാണേ. കുറച്ച് ഒന്ന് ഇതായാൽ സോൾട്ട് ടേസ്റ്റ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് എപ്പോഴും വായിച്ചിട്ട് വേണം. അതിനകത്ത് ചിലപ്പോൾ ഉപ്പ് കാണും, സോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇടാതെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ടത്. ഇടയ്ക്ക് നമുക്കൊന്ന് മറച്ചിടാം. പിന്നെ ഈ പൊട്ടിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് ബ്രൗൺ ആവണം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, അതായത് 2 ഇടാം. എരിവുള്ളതും ഇടാം, എരിവില്ലാത്ത ഇടാം. കാശ്മീരി മഞ്ഞൾപ്പൊടി ഇച്ചിരി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. കറികളിലൊന്നും അധികം ഇടാത്ത സാധനമാണ് ജീരകം. ഇതാണ് അധികമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, നല്ല കട്ട 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇത് മെയിനാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം. അതായത് മറ്റേ ബോൾസ് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഒത്തിരി കിടന്നിട്ട് കുക്കാവേണ്ട കാര്യമില്ല. ആ ഒരു മസാലയൊക്കെ ഒന്ന് പോയാൽ മതി. കേറിയാൽ ഇത് ഇച്ചിരി തിക്കാണ്, കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിക്കണം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് ഇത് കേട്ടോ ഇത്രയും ഫ്രൈ ചെയ്യണം. അതായത് ഷാലോ ഫ്രൈ എന്ന് പറയും. ഇതിനകത്ത് ഇപ്പോൾ ഗ്രേവി കൂടുതലാണ്, നമുക്ക് കുറച്ചുകൂടെ ബോൾസ് ഇടാം. സെറ്റായിക്കൊണ്ടിരിക്കുന്ന ആ എണ്ണയൊക്കെ കണ്ടോ തെളിഞ്ഞ് വന്നത്. അപ്പോൾ നെയ്യായിരുന്നെങ്കിൽ അതിലും നല്ല രസമായിരിക്കും. സാധനമായിട്ട് ഇടാൻ പോകുന്ന നമ്മുടെ ഗരം മസാല അതൊരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് തരും. ലാസ്റ്റിൽ ഇടാനുള്ളതാണ് മേത്തി ലീഫും പിന്നെ കൊറിയൻഡർ ലീഫ്. ഇങ്ങനെ വരണം, തെളിഞ്ഞ് വന്നാലും കറി പെർഫെക്റ്റ് ആക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇടാൻ പോകണം ലാസ്റ്റ്. അപ്പം അതും ഇട്ട് വിതർക്കും പാർന്നേ. ഇപ്പം കറി എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? സൂടാ കോഫ്ത റെഡി. നല്ല അടിപൊളി കോഫ്ത അങ്ങോട്ട് ഇടുക. കറിയും ചാറും അങ്ങോട്ട് ഒഴിക്കുക, വൈകി വെള്ളവും വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ലോണം ഒരു പറാത്തയാണ് കേട്ടോ. ഇത് പിച്ചെടുത്തിട്ട് കോഫ്തനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, കോഫ്ത ഉണ്ടാവും യമണ്ട കോഫ്ത നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അരേ വാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പൊളപ്പ സാധനം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ.